ലോകോത്തര ആരോഗ്യ സംരക്ഷണം യുഎഇയിൽ പ്രാദേശികമായി ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് ആസ്റ്റർ ഡിഎം ഹെൽത്ത് കെയർ 100 കോടി ദിർഹമിന്റെ വിപുലീകരണ പദ്ധതികൾ പ്രഖ്യാപിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ പ്രതിവർഷം 75 ദശലക്ഷം ആളുകൾക്ക് സേവനം നൽകുന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് ആസ്റ്റർ ഡിഎം ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടറും ഗ്രൂപ്പ് സിഇഒയുമായ അലീഷ മുപ്പൻ പറഞ്ഞു. വേൾഡ് ഹെൽത്തിൽ നമ്മൾ ഒരു 3 ഹോസ്പിറ്റൽ ഇപ്പം ലോഞ്ച് ചെയ്യുന്നുണ്ട്. മെഡ്കെയറിൻ്റെ പുതിയ സ്റ്റുഡിയോ സിറ്റിയിൽ വരുന്ന ഒരു 150 ബെഡ് ഹോസ്പിറ്റൽ ഇന്ന് ലോഞ്ച് ചെയ്തതാണ്. അതല്ലാണ്ട് ആസ്റ്റർ ഹോസ്പിറ്റൽ ഡിസ്കവറി ഗാർഡൻസിൽ പുതിയൊന്ന് വരുന്നുണ്ട്. അതൊരു 50 ബെഡ് ഹോസ്പിറ്റലാണ്. അതുകൂടെ നമ്മൾ ഗിസേഴ്സിലുള്ള ഹോസ്പിറ്റൽ another 120 ബെഡ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ് റോബോട്ടിക് റീഹാബ് സെൻറ്റർ ഈ മെയ് ജൂണിൽ തുടങ്ങാനുള്ള പ്രിപ്പറേഷനിലാണ്. ഓൾറെഡി നമുക്ക് ഒമാനിൽ ഇതിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട്. സ്ട്രോക്ക്, സ്പൈനൽ കോഡ് ഇഞ്ചറി അങ്ങനെ കുറേ കാരണത്താൽ ആൾക്കാർക്ക് മൂവ് ചെയ്യാൻ തീരെ പറ്റാത്ത സ്ഥിതിയായിരിക്കും. ഈ റോബോട്ട്സിനെ കൊണ്ട് ഇതൊക്കെ FDA അപ്രൂവ്ഡ് റോബോട്ട്സ് ആണ്. ഈ ആൾക്കാർക്ക് പിന്നെയും മൂവ് ചെയ്യാനുള്ളൊരു നല്ലൊരു ചാൻസ് കിട്ടും. പുതിയ ആശുപത്രികൾ, 3 പുതിയ റോബോട്ടിക് സർജറി പ്ലാറ്റ്ഫോമുകൾ, റോബോട്ടിക് റീഹാബിലിറ്റേഷൻ കേന്ദ്രം, ഷാർജയിലെ ആദ്യത്തെ സ്വകാര്യ മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സെന്റർ എന്നിവ ഇതിൽ ഉൾപ്പെടും. ഏറ്റവും കൂടുതൽ കാർഡിയാക് സർജറി UAEയിൽ ചെയ്യുന്നത് ആസ്റ്റർ കേസിലാണ്. പക്ഷേ എക്സ്പാൻഷൻ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ഒരു പുതിയ ബിൽഡിംഗ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു 100 ബെഡ് എക്സ്പാൻഷൻ. അവിടെ ഓങ്കോളജി കൊണ്ടുവരാണ്, റേഡിയേഷൻ ഓങ്കോളജി. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നാട്ടിലുള്ള ആളുകൾ റേഡിയേഷൻ ഓങ്കോളജി ആയാലും ന്യൂക്ലിയർ മെഡിസിൻ ആയിക്കഴിഞ്ഞാലും നാട്ടിൽ പോകാണ്ട് ഇവിടെ തന്നെ ചികിത്സ നോക്കുന്നുണ്ട്. ജീവൻ ന്യൂസ്, ദുബായ്.